ഇല്ല ഉമറിൻ്റെ വിധിന്യായമിവിടെ, ഇല്ല ഹുബൈബിൻ്റെ വാത്സല്യമിവിടെ. വരുമ്പം പിന്നെ പോക്കറ്റ് മണിയായിട്ട് ആദ്യമായിട്ടൊരു വലിയൊരു മ്യൂസിഷ്യൻ്റെ കയ്യിൽ നിന്ന് ദക്ഷിണയായിട്ട് കുറച്ച് കാശും തന്നു. ഏറ്റവും അന്നും ഇന്നും ഒരാളേ ഉള്ളൂ, ദാസേട്ടൻ. ഗന്ധർവ സംഗീതം എന്നൊക്കെ പറയുന്നില്ലേ, അത് സത്യമാണ്. പാടി ബിലാലെന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല്. പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഞാൻ അഷ്റഫ് പറമ്പത്ത്. ടോക്ക് വിത്ത് AP എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് കഴിഞ്ഞ 45 വർഷത്തിലേറെയായി മാപ്പിളപ്പാട്ട് ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, ഒരുപാട് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ അഷ്റഫ് പയ്യന്നൂരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അഷ്റഫ് പയ്യന്നൂർ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ടോക്ക് വിത്ത് AP എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. അഷ്റഫ് ഖ, ഈ പരിപാടിയിലേക്ക് അഷ്റഫ് ഖാക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ അഷ്റഫ് ഭായി. എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് അഷ്റഫ് പയ്യന്നൂർ എന്ന വ്യക്തി കടന്നു വന്നത് എപ്പോഴാണ്? എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? ആദ്യമായിട്ട് ഞാൻ സ്കൂൾ മദ്രസ കാലഘട്ടത്തിലാണ് ഈ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് വന്നത്. ബേസിക്കലായിട്ട് മാപ്പിളപ്പാട്ട് പഠിച്ചുകൊണ്ട് വന്നതല്ല. സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ ചെറുവത്തൂർ കാടങ്കോട് ഫിഷറീസ് ഹൈസ്കൂളിലായിരുന്നു, മദ്രസ കാടങ്കോടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് തായ്നീർ സ്കൂളിലേക്ക് മാറി, മദ്രസയിലേക്ക് മാറി. അവിടെ നിന്ന് പിന്നെ അമ്മാവൻ ഹാജി അസീസ് തായ്നീരി അവരുടെ ശിക്ഷണത്തിൽ ആദ്യം ദഫ് മുട്ടി കോൽക്കളിക്ക് അദ്ദേഹത്തിൻ്റെ ജവാബ് പാടിയ, പിന്നീട് ഒരുപാട് വർഷങ്ങൾ ആ പ്രാക്ടീസിൽ കൂടി സ്വന്തമായിട്ട് പാടാൻ തുടങ്ങി, മ്യൂസിക്കൽ ഓർക്കസ്ട്രേഷനിൽ കൂടി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായി മാപ്പിളപ്പാട്ട് കമ്പോസ് ചെയ്യുകയും പാടുകയും ചെയ്തു. ഇപ്പോൾ ഒരു 45 വർഷത്തിന് മേലെയായി ഈ കലാഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ ജന്മസ്ഥലം എവിടെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചെറുവത്തൂർ കണ്ണങ്കൈ എന്ന് പറയും. ചെറുവത്തൂർ കണ്ണങ്കൈ. ബാപ്പ ഇബ്രാഹിം ഹാജി മരണപ്പെട്ടു, ഉമ്മ കുഞ്ഞാമിന ഹജ്ജുമ്മ, അവരും മരണപ്പെട്ടു പോയി. പിന്നെ ജ്യേഷ്ഠൻ മുഹമ്മദ് അലി, മൂത്തത് പെങ്ങളാണ് മൈമൂനത്ത്, മൂന്നാമത്തെ ആളാണ് ഞാൻ, നാലാമത്തത് സഹോദരി ഹലീമ ഹജ്ജുമ്മ, അവൾ സൗദി അറേബ്യയിലാണ്. അനുജൻ ഷംസുദ്ദീൻ, അവനും സൗദി അറേബ്യയിലാണ്. സ്കൂൾ കാലഘട്ടം മുതലാണ് അങ്ങയുടെ ഈ മാപ്പിളപ്പാട്ട് ജീവിതം ആരംഭിച്ചതെന്ന് അങ്ങ് പറഞ്ഞു. അതെ. ആദ്യമായി സ്റ്റേജിൽ കയറിയ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ആദ്യമായി സ്റ്റേജിൽ പാടിയത്, മറ്റ് പൊതുവേദിയിൽ കയറിയത് അസീസ് ഖാൻ്റെ കൂടെയാണ് സ്റ്റേജിൽ കയറിയത്. അദ്ദേഹം പാടി, അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾക്ക് ജവാബ് പാടുക എന്നുള്ളതാണ്. പിന്നീട് അനുഭവങ്ങൾ വരുന്നത് പിന്നീട് കുറേ കഴിഞ്ഞ് സ്വന്തമായിട്ട് ഫീൽഡിലേക്ക്, സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത്. അങ്ങ് പാട്ട് പാടുന്നതിനോടൊപ്പം സ്വന്തമായി ഈണം നൽകി രചിച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായി ഈണം നൽകിയ പാട്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ സൂഫി കവാലികളുണ്ട്, കോൽക്കളി പാട്ടുകളുണ്ട്. അങ്ങനെ ആദ്യമായി പാടിയ പാട്ട് ഒന്ന് രണ്ടുപേരി ഒന്ന് പാടാം. ആദ്യമായിട്ട് പാടിയത്, ഞാൻ റെക്കോർഡിങ്ങിൽ പാടിയത്, ഇല്ല ഉമറിൻ്റെ വിധിന്യായമിവിടെ, ഇല്ല ഹുബൈബിൻ്റെ വാത്സല്യമിവിടെ, ഇല്ല ബിലാലിൻ്റെ ഈമാനുമിവിടെ, ഇല്ല ബിലാലിൻ്റെ ഈമാനുമിവിടെ, അല്ലാഹുവേ നിന്റെ അബ്ദീങ്ങളെവിടെ, ഇല്ല ഉമറിൻ്റെ വിധിന്യായമിവിടെ, ഇല്ല ഹുബൈബിൻ്റെ വാത്സല്യമിവിടെ. മരണപ്പെട്ടുപോയ നമ്മുടെ കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട കവി പള്ളിക്കര MK അഹമ്മദ് സാഹിബ് എഴുതി, ഞാൻ തന്നെ അതിനേതാണ്ടൊക്കെ ഒരു കമ്പോസിങ്ങിൽ ചെയ്തിട്ട് ഞാൻ പാടിയ പാട്ടാണ്, ആദ്യമായിട്ട് പാടിയത്. ഈ മാപ്പിളപ്പാട്ട് ഗാന മേഖലയിലേക്ക് അങ്ങ് വരുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു അങ്ങയെ പ്രചോദിപ്പിച്ചത് അസീസ് തായ്നീരി ആണെന്ന് പറഞ്ഞു. അസീസ് തായ്നീരി അല്ലാതെ മറ്റു മാപ്പിളപ്പാട്ട് പാടുന്ന സിംഗേഴ്സ് അങ്ങക്ക് പ്രചോദനമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ എടുത്തു പറയേണ്ടത് മരണപ്പെട്ടുപോയ ശ്രീ മർഹൂം മൂസ എരഞ്ഞോളി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ഗൾഫ് ഷോയിലും നാട്ടിലായാലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ പോവും. അതുമാത്രമല്ല
ഞാൻ അധികവും സ്റ്റേജിൽ ആ കാലഘട്ടത്തിൽ എൻ്റെ പാട്ടുകൾ സ്വന്തമായി വരുന്നതിന് മുമ്പ് മൂസക്കയുടെ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ ഫസീലത്ത, മരണപ്പെട്ടു പോയ ഫസീലത്ത. മറ്റൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, അങ്ങ് പറഞ്ഞു അങ്ങ് ജനിച്ചത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ കണ്ടങ്കൈ എന്ന സ്ഥലത്താണ് അങ്ങ് ജനിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങയുടെ പേരിനൊപ്പം നമ്മൾ എന്നും കേൾക്കുന്നത് അഷ്റഫ് പയ്യന്നൂർ എന്നാണ്. എന്തുകൊണ്ടാണ് ആ പേരിൻ്റെ കൂടെ അഷ്റഫ് പയ്യന്നൂർ എന്ന് വരാൻ കാരണം? അത് ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലായിട്ട് ഈ ദഫ് മുട്ട് കോൽക്കളി മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് അറിയപ്പെട്ടത് തായ്നേരി പയ്യന്നൂർ വെച്ചാണ്. പയ്യന്നൂർ എത്തിയപ്പോഴാണ് അതിനെ ഒരു കുറച്ച് പൊടിതിട്ടെടുക്കുക എന്ന് പറയില്ല നമ്മൾ, പൊടിതിട്ടെടുത്ത് ആ മേഖലയിലേക്ക് കാല് ഊന്നിയപ്പോഴാണ് അഷ്റഫ് പയ്യന്നൂർ എന്ന പേര് വരാൻ കാരണം. സിനിമയിൽ കൂടി അങ്ങ് ഗാനം ആലപിച്ചിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാം. അത് പിന്നെ പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിശ്വമാഷും കനേഷ് പുന്നൂർ എഴുത്തുകാരൻ, MG ശ്രീകുമാർ, വിദ്യുത് പ്രതാപ്, MA കപൂർ, ഞാൻ. അത് ഇളയരാജ സാറിൻ്റെ മദ്രാസിൻ്റെ രാജാ സ്റ്റുഡിയോയിൽ വെച്ചാണ് അതിൻ്റെ റെക്കോർഡിങ് നടത്തുന്നത്. അപ്പം ഹരിഹരൻ സാറ്, MG എല്ലാവരും ഉണ്ടായിരുന്നു, മമ്മൂക്ക ഉണ്ടായിരുന്നില്ല. ഇളയ സാറിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഒരു പരിചയമോ ഒരു മ്യൂസിക് ബേസിക്കലായിട്ട് സംഗീതം അങ്ങനെയൊന്നും അറിയാത്തൊരു സംഭവം, അതൊരു മാനസികമായി എന്നെ അല്പം ഒന്ന് പേടിപ്പിച്ചിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പാട്ടിൻ്റെ സ്വരങ്ങളാണ് എഴുതിത്തരിക. ആലമടങ്കലമൈത്തവനല്ലേ, അതാണ് ആ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ്. അവർ സ്വരങ്ങളാണ് പറഞ്ഞുതരാൻ പകരം. അപ്പോൾ അത് നമുക്ക് അത്ര ഒരു പിടുത്തമില്ലാത്തതുകൊണ്ട് MG ശ്രീനിവാസ് സാറ് പാട്ട് പഠിച്ചിട്ട് പാട്ട് എനിക്ക് പറഞ്ഞു തന്നു. അതിൽ എൻ്റെ ഒരു ഭാഗങ്ങൾ ശരിക്കും എടുത്തു കാണിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ ലാ മഹ്ബൂദ ഇല്ലല്ലാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ല ജലാലല്ലാ. രാജാ സാറുമായിട്ട് ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതെ അതെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഏത് തരത്തിലായിരുന്നു അങ്ങനെ കിട്ടിയത്? പോയ ഉടനെ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ഈ സാങ്ങിൻ്റെ പെട്ടിയെടുത്ത് വന്ന് ഇങ്ങനെ സംഗതി പഠിപ്പിച്ചത്. പക്ഷെ സാറ് വന്നപ്പം വളരെ വളരെ എളിമയായൊരു മനുഷ്യൻ അങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പം ഒരാളെ പേര് ചോദിച്ചു, ആ സംഗതി ഒന്ന് വെറുതെ റെക്കോർഡ് ചെയ്തതിന് മുമ്പിൽ ഒന്ന് പാടി കേൾപ്പിക്കാൻ പറഞ്ഞു. പാടി കേൾപ്പിച്ചു. ഓക്കെ, ടൈക്ക് പോകാമെന്ന് പറഞ്ഞു. നേരെ മൈക്കിൻ്റെ മുമ്പിൽ പോയിട്ട് ടൈക്ക് എടുത്തു. 2 ടൈക്കിൽ തന്നെ കൺഫേമായി സാധനം. വരുമ്പം പിന്നെ പോക്കറ്റ് മണിയായിട്ട് ആദ്യമായിട്ടൊരു വലിയൊരു മ്യൂസിഷ്യൻ്റെ കയ്യിൽ നിന്ന് ദക്ഷിണയായിട്ട് കുറച്ച് കാശും തന്നു. ഭക്ഷണങ്ങൾ നോൺ വേണോ മറ്റേ വെജ് വേണോ എന്നൊക്കെ നല്ല കുശലാന്വേഷണങ്ങൾ നടത്തി. അതിലൊക്കെ ടോക്കൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 45 വർഷത്തോളമായി അങ്ങ് ഈ ഫീൽഡിൽ അതെ വന്നിട്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ആ മേഖല, പണ്ടൊക്കെ പാടുന്ന പാട്ടുകളും ഇന്നത്തെ പാട്ടുകളും തമ്മിൽ വ്യത്യാസം. ഇന്നത്തെ പാട്ട് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല പാട്ടുകളും, നമുക്ക് ഇന്ന് യോജിക്കാൻ പറ്റാത്ത വിഷയങ്ങളല്ല, പാട്ടുകാരുമല്ല, പിന്നെ ആ സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ട്യൂണിങ്, നമ്മൾ കമ്പോസിങ് സ്റ്റൈലൊക്കെ മാറി. ഇന്നത്തെ പാട്ടുകൾ ആരും തന്നെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. കാരണം വിഷയങ്ങൾ മാറിപ്പോയി, സബ്ജക്റ്റ് മാറിപ്പോയി. മാപ്പിളപ്പാട്ടിൻ്റെ ആ തനിമയിൽ നിന്നും വ്യതിചലനം വന്നുപോയി. എൻ്റെ ചോദ്യം ഒന്നുകൂടി ഞാൻ ചോദിക്കാം. ഏകദേശം 45 വർഷത്തോളം ഈ ഫീൽഡിൽ അങ്ങ് നിൽക്കുന്നുണ്ട്. അതേപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മേഖലയിൽ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ മാപ്പിളപ്പാട്ടിനെ കൊണ്ട് എനിക്കൊന്നും നേടാൻ സാധിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരു മാപ്പിളപ്പാട്ടുകാരനായതുകൊണ്ടാണ് ഇന്ന് എവിടെ പോയാലും നല്ലൊരു സിഗ്നേച്ചറാണ്. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത, ഒരു വീക്ക്നെസ് എന്നാ പറയുക, സമ്പാദ്യത്തിൻ്റെ ബാക്കിൽ അങ്ങനെ പായാറില്ല. അതുകൊണ്ട് ബിസിനസ്സായിട്ട് ഞാൻ ഇതിൻ്റെ കണ്ടിട്ടേ ഇല്ല. ഈ മാപ്പിളപ്പാട്ട് കലാകാരന്മാർക്ക് അവരർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇപ്പോഴാണത്, കുറച്ച് കാലം മുമ്പാണത് കുറച്ച് കുറച്ച് മാപ്പിളപ്പാട്ടുകാരെ ഓർമ്മിക്കുക പോലും ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ എനിക്ക് മുമ്പുള്ള ആൾക്കാരൊക്കെ അവർ കാലശേഷം അവരുടെ പേരിൽ കുറേയാൾക്ക് അവാർഡ് കൊടുത്തു എന്നല്ലാണ്ട് മാപ്പിളപ്പാട്ടുകാർക്ക് കാര്യമായ ഒരു സംഭാവന ഒരു മേഖലയിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കോൽക്കളിപ്പാട്ടുകളിൽ അങ്ങ് ഒരു കാലഘട്ടത്തിൽ വളരെയധികം തിളങ്ങി നിന്നിട്ടുണ്ട്. ആ കോൽക്കളിപ്പാട്ടുകളിൽ ഏതെങ്കിലും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 പേര്? തീർച്ചയായിട്ടും. ഞാൻ കുറേ പാട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്നെ വല്ലാണ്ട് ആകർഷിച്ച് പാടിയൊരു പാട്ടാണ് പാടി ബിലാലെന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില്
പുണ്യകലിമത്തുറപ്പിച്ച പൂങ്കരള്. അതുപോലെ കത്തുന്ന കർബല, കത്തുന്ന കർബല ഭൂമി കരഞ്ഞിടുന്നേ, കഥയത് കണ്ട് കാറ്റും കടൽ പോലും സ്തംഭിച്ച് നിന്നിടുന്നേ. തിരുദാഹമുത്ത് റസൂലുള്ള രണ്ടുപേരും അതും കൂടി ഒന്ന് പാടാം. തിരുത്വാഹമുത്ത് റസൂലുള്ളാന്റെ തരുളാറ്റ പൂമകളായ നല്ല സുരലോകറാണി ബിഫാത്തിമാന്റെ ശറഫേറും കല്യാണ ചേതി ചൊല്ലാം. എം കെ സാഹിബും ഞാനുള്ളൊരു കൂട്ടുകെട്ടിൻ്റെ ആ സമയത്ത് പറഞ്ഞ പാട്ടുകളാണ്. ശരിക്കും ഒരു 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 മാപ്പിളപ്പാട്ടിന്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അതന്നെ അന്നൊക്കെ, അല്ലേ? പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്നത്തെ മാപ്പിളപ്പാട്ടും അതുപോലെ മുൻ കാലഘട്ടത്തിൽ ഉള്ള മാപ്പിളപ്പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് താങ്കൾ കാണുന്നത്? മുൻകാലങ്ങളിലെ പാട്ടും അത് അന്നത്തെ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയും എത്രയോ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. ഇന്നത്തെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കും, പിന്നീട് അങ്ങ് ഡിലേറ്റ് ആയിപ്പോകും, മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റാത്ത പാട്ടുകളായി പോകും. പക്ഷേ അന്നത്തെ എ വി മുഹമ്മദ് സാഹിബും മറ്റുള്ള മുസക്കയും റംലത്തിയും ഫസീലത്തിയും ഒക്കെ പാടിയ പാട്ടുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. അവർ മറിഞ്ഞു പോയിരുന്നാലും നമ്മളെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പി കെ ആയിക്കോട്ടെ, എം പി ഉമ്മർക്ക, അദ്ദേഹത്തിൻ്റെയൊക്കെ പാട്ടുകൾ ഇന്നും മനസ്സിൽ അത് ഏറ്റുപാടുന്ന പുതിയ തലമുറകൾ ഇന്നുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പാടണം. കാരണം എന്നാലേ നമ്മൾ ഒറിജിനൽ തനിമയാർന്ന മാപ്പിളപ്പാട്ട് ജീവിക്കുകയുള്ളൂ. അങ്ങ് കേരളത്തിലുടനീളം ഒരുപാട് സ്റ്റേജുകളിൽ പാട്ട് പാടിയിട്ടുണ്ട്. അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങ് പാട്ട് പാടാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ രാജ്യത്ത് അങ്ങ് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം? പറയാം. UAE കുറേ സംഘടനകളുടെ KMCC പോലത്തുള്ള സംഘടനകളുടെ പരിപാടിയിൽ UAEയിൽ മൊത്തം 10-20 വർഷത്തോളം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഖത്തർ, കുവൈത്ത്, സൗദി അറേബ്യ, ഒമാൻ, സലാല. അതൊക്കെ ഈ മാപ്പിളപ്പാട്ട് കൊണ്ടാണ് ഞാൻ ഈ ഗൾഫ് രാജ്യങ്ങളിൽ എത്താൻ പറ്റിയത്. ജോലിക്കായിട്ടാണെങ്കിൽ എത്തൂലായിരുന്നു. അങ്ങ് പാടിയ പാട്ടുകളിൽ അങ്ങയുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനം ഏതാണ്? അതൊന്ന് രണ്ടുപേരും ഒന്ന് മുളാവും. ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാലും എൻ്റെ വ്യക്തിപരമായി ഇന്ന് ഞാൻ സ്റ്റേജിൽ പാടുന്ന പാട്ടുകളാണ്. മക്ക മദീന ഞാനോർത്ത് പോയി, ഹഖ് റസൂലിൻ്റെ നിലവിലായി, കഅബയെ വലം വച്ച് പാറുന്ന കിളികളിൽ, കഅബയെ വലം വച്ച് പാറുന്ന കിളികളിൽ ഒരു കിളി ഞാനാവാൻ കൊതിച്ചു പോയി. മക്ക മദീന ഞാൻ ഓർത്ത് പോയി, ഹഖ് റസൂലിൻ്റെ നിലവിലായി. അതുപോലെ തന്നെയാണ് അഷ്റഫ് പയ്യന്നൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന മറ്റൊരു ഗാനമുണ്ട്, അജ്മീർ ജാനെ വാലെ, സൂഫി ഗാനം. അതിൻ്റെ ഒരു രണ്ടുപേരെയും കൂടി. തീർച്ചയായിട്ടും പാടാം. അജ്മീർ ജാന വാലെ मेरा सलामे कहना, अजमीर जान वाले मेरा सलामे कहना, मेरा सलामे कहना. അജ്മീരിൽ വാഴും രാജ മൊയ്നുദ്ദീൻ ഖ്വാജ, അജ്മീരിൽ വാഴും രാജ അഹദിൻ വലി സിറാജ, അറബി ബിലാദി തേജ, അഹദിൻ വലി സിറാജ, അറബി ബിലാദി തേജ, യാ ശൈഖേ മൊയ്നുദ്ദീൻ അജ്മീരിൽ വാഴും രാജ. ഒരു കാലത്ത് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗായകനാണ്, മരിച്ചുപോയി പെട്ടെന്ന്. അദ്ദേഹം ഒരു അകാല മരണമായിരുന്നു. ഒന്ന് ഇബ്രാഹിം ബിരിച്ചേരി, നല്ലൊരു ഗായകനായിരുന്നു. നല്ലൊരു ആത്മബന്ധം പുലർത്തിക്കൊണ്ട് ഒരു സഹോദര തുല്യം സ്നേഹിച്ചു പോകുന്നു. പിന്നെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കുഞ്ഞുബായി പടന്ന, ആദിലത്തു,
കുറേ പാട്ടുകാരുണ്ട് ഇപ്പോഴും. പിന്നെ അവർ എന്നോട് അവരെ പരിപാടിയിൽ ഞാൻ സഹകരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവരിപ്പോഴും എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട്. സംഗീത മേഖലയിൽ അങ്ങയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടോ? ഉണ്ട്. ആരാണ് അദ്ദേഹം? അത് ശ്രീ മൂസ എരഞ്ഞോളി സാഹിബ് തന്നെയാണ്. കാരണം മിസ്രിൽ രാജൻ എന്ന പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പാട്ട് ഞാൻ എൻ്റെ മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പിൽ സ്റ്റേജിൽ പാടിയത് മൂസക്കയുടെ ആ മിസ്രിൽ രാജൻ പാടിയ ശേഷമാണ് ഞാനൊരു പാട്ടുകാരനായിട്ട് വേദിയിൽ ധൈര്യപൂർവ്വം കയറാൻ പറ്റിയ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നത്. കഴിഞ്ഞ 45 വർഷമായിട്ട് അങ്ങേക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പുരസ്കാരങ്ങളാണ് അങ്ങേക്ക് ലഭിച്ചതെന്നൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, ഒന്ന് ദുബായിൽ വെച്ചിട്ട് മമ്മൂട്ടി സാറിൻ്റെ കയ്യിൽ നിന്ന് നമുക്കരെ കയ്യിൽ നിന്ന് ഒരു അവാർഡ്, ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് കിട്ടി. പിന്നെ കേരള പോപ്പുലർ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും മാപ്പിള കലാ അക്കാദമിൻ്റെ എറണാകുളം ജില്ലയുടെ ഏറ്റവും നല്ല ബെസ്റ്റ് സിംഗറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒട്ടനവധി മറ്റുള്ള പുരസ്കാരങ്ങൾ, ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഈ മാപ്പിളപ്പാട്ട് കലാരംഗത്തോട് ഒരു അകൽച്ച ഉള്ളതായിട്ട് അങ്ങേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്, വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാ പാട്ടും ഫാസ്റ്റ് നമ്പറുകളായിരിക്കണം എന്നുള്ളൊരു തോന്നലാണ്. അതല്ല ശരിക്ക് വേണ്ടത്. മാപ്പിളപ്പാട്ടിൻ്റെതായ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് പാടാൻ സാധിക്കണം. ഒരു ഭക്തിഗാനം പാടുമ്പോൾ അതിന് ഫാസ്റ്റായിട്ട് പാടിക്കഴിഞ്ഞാൽ ഭക്തി നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷ എനിക്ക് പുതിയ തലമുറയോട് പറയാനുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്നത്തെ ന്യൂജൻ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടുകളാണ് ഇന്ന് കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു അപജയമായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? അതെന്താ പറയുക, അപജയം എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ. കാരണം ചില ഇന്നത്തെ ന്യൂജൻ ജനറേഷന് ഇത്തരം പാട്ടുകൾ ഇഷ്ടപ്പെടുമ്പോൾ പാട്ടുകാരെ നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. അവർക്കിപ്പോൾ വേണ്ടത് അതാണെങ്കിൽ അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ പുതിയ തലമുറയിലെ പാട്ടുകാർ വന്നപ്പോൾ അവർ പാടിയ പാട്ടുകൾ പുതിയ തലമുറ ഏറ്റെടുത്തപ്പോൾ പിന്നെ അവർക്ക് അത് പാടിക്കൊടുക്കൽ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യാനേ പാടുള്ളൂ. കാരണം അവർക്കാണ് അതാവശ്യമാകുമ്പോൾ പാട്ടുകാർ പാടിക്കൊടുക്കണം. മാപ്പിള പാട്ട് പോലെ തന്നെയാണ് വലിയൊരു ക്യാൻവാസിലുള്ള മറ്റൊരു കലാരൂപമാണ് സിനിമാ സംഗീതം. സിനിമ പാട്ടുകളിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, അതുപോലെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഗായകൻ? അതിൻ്റെ ഏറ്റവും അന്നും ഇന്നും ഒരാളേ ഉള്ളൂ, ദാസേട്ടൻ. ആ ഒരു ശബ്ദം പിന്നെ പാടുന്ന അക്ഷരസ്ഫുടത, അതൊരു ഏത് പാട്ടിനും അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഗന്ധർവ സംഗീതം എന്നൊക്കെ പറയുന്നില്ലേ, അത് സത്യമാണ്. ദാസേട്ടൻ തന്നെയാണ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർഹാനേ. അതൊക്കെ ദാസേട്ടൻ പാടുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. പിന്നെ കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ, എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. സംഗീതം കൊണ്ട് അങ്ങേക്കുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം എന്താണ്? തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ മാപ്പിളപ്പാട്ട് പാടുന്നത് കൊണ്ട് നമ്മളോടുള്ള വല്ലാത്തൊരു ഇഷ്ടം, അവർ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാലുള്ള സന്തോഷം, അതൊരു പ്രത്യേക തരം അനുഭൂതിയാണ് നൽകുന്നത്. അത് കേരളത്തിൽ ഉടനീളം അതങ്ങനെ തന്നെയാണ്. എവിടെ പോയാലും നമുക്ക് നല്ലൊരു സ്വീകാര്യത മാപ്പിളപ്പാട്ട് ഗായകൻ എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. മാപ്പിള പാട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട് അങ്ങക്ക് പറയാനുള്ള ഉപദേശം അല്ലെങ്കിൽ സന്ദേശം എന്താണ്? എനിക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ 45 വർഷത്തിന് മേലെ പഴക്കം ചെന്ന ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ പറയാനുള്ളത്, കഴിയുന്നതും മാപ്പിളപ്പാട്ടിന് മുൻതൂക്കം നൽകിക്കൊണ്ട്
അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ വേദികളിൽ പാടി അതിന് പുനർജന്മം നൽകണം എന്നുള്ളൊരു സന്ദേശം എനിക്ക് അവരോട് പറയാനുണ്ട്. അത് സന്ദേശം മാത്രമല്ല, എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. ഒരുപാട് വേദികളിൽ അങ്ങ് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ഓർക്കുന്നുണ്ടോ എത്ര വേദികളിൽ അങ്ങ് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടാവുന്നു? അത് ഇല്ല, വളരെ ഒരുപാട് വേദികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ ലിസ്റ്റ്, ഒന്നാമത് പ്രോഗ്രാം ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും തയ്യാറാക്കുന്ന ആളാണ്. എപ്പോൾ ക്ഷണിക്കുന്നു അപ്പം കയറിപ്പോകും. മാപ്പിളപ്പാട്ട് മേഖലയിൽ തന്നെ മറ്റൊരു മേഖലയാണ് ഖവാലി, സൂഫി സംഗീതം. ഇപ്പോൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംഗീത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഒരു പ്രത്യേക മജ്ലിസാണ്. ഒരുപാട് ഇൻസ്ട്രുമെൻസ് ഒന്നും വേണ്ട, ഒന്നോ രണ്ടോ തബല, കുറച്ച് റിതം സെക്ഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഹാർമോണിയാണ് ഇന്നും വായിക്കുന്നത്. ഖ്വാജ ഖ്വാജ യാ അജ്മീർ ഖ്വാജ, ഖ്വാജ ഖ്വാജ യാ ഖൈർ സിറാജ, ഖ്വാജ ഖ്വാജ യാ അജ്മീർ ഖ്വാജ, താജ താജ യാ ഖൈർ സിറാജ, പൊന്നൊളി വീശും യാ ദിക്കജ്മീരേ, പൊന്നൊളി വീശും യാ ദിക്കജ്മീരേ, കേദം കേൾക്കും യാ പൊന്നജ്മീരേ, കേദം കേൾക്കും യാ പൊന്നജ്മീരേ, ഖ്വാജ ഖ്വാജ. ആ ഒരു സ്റ്റൈൽ വേറെ തന്നെയാണ്. നമ്മൾ പാട്ടുകളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. നമ്മളെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാം. പറയാം. പിന്നെ ഭാര്യമാരുണ്ട്, അതിൽ മക്കൾ ആൺകുട്ടികളാണ്. അതിൽ ഒരാൾ ഇപ്പോൾ ഗൾഫിൽ പോയിട്ടുണ്ട്, ഒരാൾ ഇവിടെ സൗണ്ട് എഞ്ചിനീയർ, സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ഇവിടെയുള്ള ആൾ ഒരാൾ പാട്ടുകാരി, മാപ്പിളപ്പാട്ട് ഗായികയും കൂടിയാണ്. ആദ്യത്തെ ഭാര്യ അസിസ്കയുടെ മോളാണ്, നമ്മളെ ഗുരു. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഒരു സമയത്ത് അങ്ങ് ഈ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങ് മറ്റൊരു മേഖലയിലേക്ക് ഒരു ജോലി ആവശ്യാർത്ഥം സൗദി അറേബ്യയിൽ പോയതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ മേഖലയിൽ അങ്ങനെ മടുപ്പ് തോന്നിയിട്ടല്ല, ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ അന്നേരം ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കി. സൗദി അറേബ്യയിലേക്ക് ഒരു കമ്പനിയിൽ 6 മാസത്തോളം ജോലി ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ ദുബായിലേക്ക് ഒരു ഷോക്ക് വന്നപ്പോൾ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് പോകാതെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. പിന്നീട് അങ്ങോട്ട് പിന്നെ ഈ മേഖല അല്ലാണ്ട് മറ്റൊരു മേഖലയിലേക്ക് കടന്നിട്ടില്ല. അങ്ങയുടെ സംസാരം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം അങ്ങയുടെ പാട്ട് കേൾക്കാനാണ്. അതെ അതെ. അപ്പോൾ കുറച്ച് പാട്ടുകൾ നമുക്ക് പ്രേക്ഷകർക്കായി നമുക്ക് പാടാം. ബീബി ഖദീജാനെ കെട്ട് പറഞ്ഞെന്ന് വിരിത രാജക്കളം വാടുമെത്തുന്നു, മക്കത്തെ രാജാത്തി ഗുണമേറും ബമ്പത്തി, ദിക്കെങ്ങും കേളി പെരുത്തുള്ള ഹോജാത്തി, ഇക്കണ്ട വമ്പന്മാരൊക്കെയും വന്നില്ലേ, ഒക്കാതെ കല്യാണം തള്ളിക്കളഞ്ഞില്ലേ, കന്നി മോളക്കെത്തിച്ചു കണ്ടില്ല, കണ്ണീർ കണങ്ങൾ കുതിർന്നല്ലോ, മണ്ണീതിലേറ്റം ദരിദ്രയായി തന്നെ പുന്നാര ബീബി വഫാത്തായി പോയല്ലോ, വെണ്ണക്കൽ പട വിരിഞ്ഞാൻ നലറി തന്നാളേ, വെൺതാര മാലറി പോലെ ചിരിക്കുന്നോളേ, കന്നിത്താമര പൂത്തൊരു കരിയോ, പൊന്നിനിഴയൊരു കോർത്തൊരു നിധിയോ, മണ്ണിൽ നീയൊരു സ്വർഗക്കനിയോ, കനിയെ നീ ദുനിയാവിൽ എവിടെ ബീബി, കലമാനിൻ മിഴിയുള്ള പുന്നാരത്തേവി, കദളിപ്പൂവിൻ മധു കാണുമ്പോൾ കദലം നീങ്ങി കുളിർ ചൂടുമ്പോൾ, കഥ മാറുന്നു കരൾ ഞെട്ടുന്നു ഖലീലുല്ലാഹി ഇബ്രാഹീമിൽ, കൊതിച്ചു തന്റെ ഹയാത്തിലേറെ കഴിഞ്ഞ നാളും കടന്ന കാലം, കദിമായോന്റെ കുതിരത്താലേ കഴിയുന്നൊരു ശിശു വന്നൂലേ, കതിർകത്തുമ്പി മണിഹാജര കരളിൽ പൂവായി പിറന്ന നൂറ, പിറന്നപ്പോള മണിപ്പൈതലേ പിരിശത്തിൽ പെരി വിളിച്ചു കേളേ. ഒരുപാട് ഭക്തിഗാനങ്ങൾ അങ്ങ് പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭക്തിഗാനം പ്രേക്ഷകർക്കായിട്ട് നമുക്ക് പാടാം. ഈ ലോകമഖിലം
സൃഷ്ടിച്ച് പോറ്റുന്ന മലിക്കുൽ ജബ്ബാറാണല്ലാഹു. കരുണാ കടാക്ഷം ചോരിയും ഖദീമായ ഹയ്യുൽ ഖയ്യൂമാണല്ലാഹു. ഹയ്യുൽ ഖയ്യൂമാണല്ലാഹു. ഒഴുകുന്ന പുഴയും അലറുന്ന കടലും കൊള്ളുന്ന തീയും കുളിരുള്ള കാറ്റും കാണുമ്പോൾ നാഥ എല്ലാം വിസ്മയം. തേടുന്നവർക്ക് നീ നൽകും അഭയം. ഈ ലോകമഖിലം സൃഷ്ടിച്ച് പോറ്റുന്ന മലിക്കുൽ ജബ്ബാറാണല്ലാഹു. കരുണാ കടാക്ഷം ചോരിയും ഖദീമായ ഹയ്യുൽ ഖയ്യൂമാണല്ലാഹു. വടക്കൻ കേരളത്തിൽ അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ബന്ധപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അസീസ് തായ്നേരി ആയിരിക്കും, അല്ലെങ്കിൽ അഷ്റഫ് പയ്യന്നൂരായിരിക്കും. അതെ 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 അതെ. താരാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ അധികവും രാത്രി തന്നെ അതിൻ്റെ ആൾക്കാർ വന്ന് തായ്നേരിയിൽ ലാൻഡ് ചെയ്യും. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങിയാലേ വൈകുന്നേരം നമുക്ക് അന്നത്തെ ഒരു 60-ൻ്റെ കാസറ്റിൽ 12 പാട്ടും 90-ൻ്റെ കാസറ്റിൽ 16 പാട്ടും ഉണ്ടാകുക. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് അഖ്ലാ ഇലാഹ ഇല്ലല്ലാഹ്. താലോലം താലോലം പൂമോനെ താരിള മോമനപ്പൂമോനെ പൂമിഴി പൂട്ടിയുറങ്ങേണേ നീ പൊന്നൂഞ്ഞാലിലുറങ്ങേണേ. അങ്ങനെയൊക്കെ അത് ആദ്യങ്ങൾ പാടിയിട്ട് പിന്നെ ബാപ്പയുടെ ഉമ്മയുടെ കുട്ടിയുടെ പേരൊക്കെ ചേർത്തിട്ട് അങ്ങനെ പാടും. കുടുംബക്കാരുടെ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരു 4 കാസറ്റെങ്കിലും ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു കാസർഗോഡിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള കാസറ്റാവുള്ളൂ. അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങി. പിന്നീട് ആ സ്റ്റുഡിയോയിൽ തന്നെ 3 ബൂത്തുകളാക്കിയിട്ട് 3 സൗണ്ട് പ്രൂഫ് സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 9 കാസറ്റോളം ചെയ്ത് 12 കാസറ്റോളം ഒരു ദിവസം കൊടുക്കാനുള്ള കണ്ടീഷൻ ഈ അസീസ് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അതില്ലാതെ കുഞ്ഞിൻ്റെ തൊട്ടിൽ കെട്ടലിന് പോവില്ല അവർ. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ മുസ്ലിം സ്ത്രീകളാണ്, ഉമ്മമാർ പങ്ങന്മാർക്ക് അവർക്ക് നിർബന്ധമാണിത്. പ്രിയമുള്ളവരെ, ടോക്ക് വിത്ത് AP എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുന്ന, മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കൂടെ ഇതുവരെ എന്നോട് ചോദ്യങ്ങൾ ഉന്നയിച്ച എൻ്റെ പ്രിയ സുഹൃത്തുമായ അഷ്റഫ് പറമ്പത്ത് എന്നിവരുടെ പേരിലും ഞാൻ നിങ്ങൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു, സന്തോഷം അറിയിക്കുന്നു. നമസ്കാരം.